ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ യാത്ര പത്തനംതിട്ടയിലേക്ക് എൻ്റെ ഇളയ നാത്തൂൻ്റെ വീട്ടിലേക്കാണ്. അവരും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ആങ്ങളെയും പിന്നെ നാത്തൂനും ഉണ്ട്. ആങ്ങളേനെ ഞാൻ കുക്കു എന്നാണ് വിളിക്കുന്നത്, അവൾ സഫു എന്ന് വിളിക്കുക. അപ്പം ആ പോകുന്ന വഴിയിൽ ഞങ്ങൾ അവരെ അഞ്ചുരുളി കാണിക്കാമെന്നും പറഞ്ഞ് അവിടെ അഞ്ചുരുളി തുരങ്കം ഉണ്ടല്ലോ, വെള്ളച്ചാട്ടമൊക്കെ അവിടെ കാണിക്കാമെന്നും പറഞ്ഞ് പോവാണ്. ഇതിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന റോഡ് മൊത്തം പോയി കിടക്കുക, വെള്ളം കുത്തി ഒലിച്ചിട്ട്. ഇതാണ് അഞ്ചുരുളി വെള്ളച്ചാട്ടം. ഇപ്പം മഴയായതുകൊണ്ട് അവിടെ ക്ലോസ് ആക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയൊക്കെ പോകാമായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ താഴെ ഒഴുകിപ്പോകുന്ന താഴോട്ട് വെള്ളം ഇങ്ങനെ ചാടുന്ന അവിടെ പോയി ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ഗേറ്റ് അടച്ചിട്ടാവില്ല, അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ ഫോണൊക്കെ ഇട്ട് വീഡിയോ പിടിച്ചു. ഇത് കണ്ട, ഗേറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട് KCB. ഇപ്പം നല്ല വെള്ളമാണ്, ഭയങ്കര ഒഴുക്കും. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാണേ, നാത്തൂനും ഞങ്ങളെ. ഇവിടെ ഇങ്ങനെ താഴോട്ട് മണ്ണിടിഞ്ഞ് പോകുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര അവിടെ ഡേഞ്ചറാണ്, മഴയൊക്കെ ആയതുകൊണ്ട്. അങ്ങ് താഴെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തോണിയിൽ വന്നിട്ട്, അവർ അപ്പുറത്തെ കരയിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു മീൻ പിടിക്കുന്നത്. ഇത് അതിൻ്റെ ആ ടണലിനെ പറ്റിയിട്ട് അതിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് അവിടെ വെള്ളം താഴോട്ട് ചാടുന്ന വശമാണ് ഇത്. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ വലിയ ഇത് തോന്നില്ല, പക്ഷെ ഭയങ്കര ആഴമാണ് ഇവിടെ, ഭയങ്കര അപകടമാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി മുകളിലോട്ട് കയറി വന്നു. ഇത് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഏരിയകൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി, ഇപ്പം എല്ലാം ക്ലോസ് ആണെന്ന് എന്നാണെന്നറിയില്ല, തുറന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് റോഡിങ്ങനെ തിരിഞ്ഞ് വരുന്ന വഴിക്കൊരു വീട് കണ്ടോ, നല്ല അടിപൊളിയല്ലേ. ഈ വെള്ളം ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നത് ആ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ കാണാൻ നല്ല ഇത്. അപ്പം വെറുതെ ഇങ്ങനെ പിടിച്ചാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിലോട്ട് യാത്ര തുടരുവാണ്. ഇത് ചപ്പാത്ത് ഇവിടെ എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം. എനിക്കിവിടെ കാണുമ്പോൾ ഈ തേയില അല്ലെങ്കിൽ നിൽക്കുന്ന നല്ല രസമല്ലേ കാണാൻ. തേയില നുള്ളുന്ന കുറേ പണിക്കാരുണ്ട് അവിടെ. ഇത് അടിമാലി എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ മുളക് ബജിക്കും മുട്ട ബജിക്കൊക്കെ പറഞ്ഞ് ചേച്ചിയോട് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. ഇവിടെ കച്ചവടമൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ പുറകുവശം നോക്കിയപ്പോൾ പാറക്കല്ല് വഴി ഇങ്ങനെ വെള്ളം ഉറവൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം അവർ ടിന്ന് ഷീറ്റ് വെച്ച് ഇങ്ങനെ പാത്രത്തിൽ പിടിച്ചിട്ടാണ് അവിടെ ഈ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസും പാത്രമൊക്കെ ഇങ്ങനെ കഴുകുന്നതൊക്കെ. കണ്ടോ, പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട്. ചേച്ചി അതാക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് അപ്പുറത്ത് നല്ല നമ്മൾ കയറി വന്ന സ്ഥലമൊക്കെ റോഡൊക്കെ കാണാൻ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞ് അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ വശം പോയി. അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കണ്ട നല്ല വ്യൂ അല്ലേ, അടിപൊളി സ്ഥലമാണ്. ഇതിപ്പോൾ നമ്മൾ കയറി വന്ന റോഡാണ് കാണുന്നത്, താഴേന്ന് കയറി വന്ന റോഡാണ് ഫുള്ള് കാണുന്നത്, വെള്ളച്ചാട്ടവും. അങ്ങനെ അതൊക്കെ കണ്ട് അപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ചായയൊക്കെ റെഡിയായിരുന്നു. പിന്നെ വന്ന് ചായയും മുളക് ബജിയും മുട്ട ബജിയൊക്കെ കഴിക്കുവാണ്. അടിപൊളിയായിരുന്നു, ചൂടോടെ നല്ല തണുപ്പത്ത് നല്ല ചൂട് ചായയും. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇതിപ്പം മമ്മൂക്കയുടെ സിനിമ ഷൂട്ട് ചെയ്ത നസ്രാണി മൂവി ഷൂട്ട് ചെയ്ത കോളേജാണ് കണ്ടത്.
ഇതിപ്പോൾ മുറിഞ്ഞുഴ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കുക്കൂനും സഫൂനും അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ നിർത്തിയതാണ്. അപ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോൾ കുറേ കുരങ്ങന്മാരെല്ലാം ഇങ്ങനെ കുപ്പി വെച്ചൊക്കെ കളിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ച് അവിടെ കളികൾ കുറേ നേരം നോക്കി നിന്ന് കുപ്പിയും കൊണ്ട് കളിക്കുന്നത്. റോഡ് മുറിച്ചേർന്ന് വേണം അപ്പുറത്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകാൻ. ഇക്കായും സപ്പും കുക്കും ഒക്കെ അപ്പുറത്ത് പോയായിരുന്നു. പിന്നെ എനിക്ക് പേടിയാണ് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ. ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു തരത്തിൽ അപ്പുറത്ത് പോയി. അവിടുന്ന് പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് വിട്ടേ. ഇനിയിപ്പം ഇതിപ്പോൾ സീതത്തോട് എത്താറായി, പത്തനംതിട്ട സീതത്തോട്. ഇത് സപ്പൂൻ്റെ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ നിർത്തിയാണ്. പിന്നെ അതൊക്കെ മേടിച്ച് ഇതിപ്പം അവളുടെ വാപ്പ നടത്തുന്ന കടയാണ്. പിന്നെ അവിടെയാണ് അവളുടെ വാപ്പായും ഉമ്മയൊക്കെ ഉള്ളത്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട് താമസിക്കുന്നത്. ഇക്ക അവിടെ കയറി ഉള്ളിവടയൊക്കെ പൊരിക്കാൻ വേണ്ടി കയറി നിന്ന് ഞാൻ പൊരിച്ചോളാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നല്ല ഉള്ളിവടയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയി. ഇത് അവളുടെ വീടാണ്. ഇത് അവളുടെ വല്യമ്മ, അത്താടെ ഉമ്മയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവർ പോകുമ്പോഴത്തേനും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ തേങ്ങാച്ചോറും കോഴിക്കറിയും പരിപ്പ് കറി, അച്ചാർ, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പം അടുത്ത വീട്ടിൽ ഒരു മരം നിറച്ച് റംബൂട്ടാൻ. അങ്ങനെ ഇക്ക പറഞ്ഞു നമുക്ക് പോയി നോക്കാൻ തരുമോയെന്നൊന്നും. അപ്പോൾ അവർ പറഞ്ഞു ഇഷ്ടം പോലെ വേണേൽ പറിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ കമ്പൊക്കെ എടുത്തോണ്ട് നിൽക്കാതെ റംബൂട്ടാൻ പറിച്ചെടുക്കുവാണ്. അങ്ങനെ ഞങ്ങൾ സപ്പൂനെയും കുക്കൂനെയും ഒക്കെ അവിടെ പത്തനംതിട്ടയിലാക്കി തിരിച്ചു പോവാണ്. ഈ ശബരിമല സൈഡായതുകൊണ്ട് തന്നെ ഭയങ്കര ഫോറസ്റ്റൊക്കെ അല്ലേ, അതിൽ ഫോറസ്റ്റിൽ കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ആനയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം 5:30 ആയി, വേഗം പോവാണ്. ആനപ്പുണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു റോഡിൽ. പിന്നെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു ആന ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അങ്ങനെ ഇപ്പം ഞങ്ങളൊരു 9:30 രാത്രി 9:30 ആയി വീട്ടിൽ തിരിച്ചെത്തിയപ്പം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.